കലാരാജു പാർട്ടിക്കെതിരായിട്ട് അല്ലെങ്കിൽ LDFനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. ഭരണം നഷ്ടമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഭരണം ഓൾറെഡി ചെയർപേഴ്സൺ ഇതായല്ലോ. പ്രതികരണം എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ളത് നഗ്നമായ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കുതിരക്കച്ചവടമാണ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ പുറകിൽ വൻ സാമ്പത്തിക ഇടപാടാണ് നടന്നിട്ടുള്ളത്. ജനാധിപത്യത്തെ പറ്റി പറയാൻ വാക്കുപയോഗിക്കാൻ പോലും കോൺഗ്രസ്സുകാർക്കോ UDFകാർക്കോ ഒരവസരവും ഒരവകാശവുമില്ല. ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്ന സമീപനമാണ് UDFും ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം പകൽ പോലെ സത്യമാണ്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ ഒരവസ്ഥ ഒരു കാലഘട്ടത്തിലും കലാരാജുവിനെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ടില്ല. കലാരാജു എന്ന് പറയുന്ന ആ വനിത, ആ മഹതി, അദ്ദേഹം അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിച്ചു വന്നയാളാണ്. ആ ജയിച്ചു വന്നയാളെ ഞങ്ങളുടെ പാർട്ടി തീരുമാനം അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ അവരോട് കയറാൻ പറഞ്ഞു കയറി കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ അവരെ തട്ടിക്കൊണ്ട് ഞങ്ങളുടെ കൗൺസിലറെ ഞങ്ങൾ എന്തിനും തട്ടിക്കൊണ്ടുപോകണം? അത് പിന്നെ UDFകാർ സത്യത്തിൽ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളുടെ പാർലമെന്റ് പാർട്ടിയിൽ പങ്കെടുത്ത ആ മഹതിയെ കഴിഞ്ഞ പാർലമെന്റ് പാർട്ടിക്ക് ശേഷം 3 ദിവസം കാണാതെ വന്നത് അവർ തട്ടിക്കൊണ്ടുപോയതാണ്, ഞങ്ങൾ കൊണ്ടുപോയതല്ല. പ്രതിഷേധത്തിലേക്ക് കളം മാറുന്നതിന്റെ കാരണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഇവരോട് ജനാധിപത്യ രൂപത്തിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ആണല്ലോ ഞങ്ങൾ അംഗീകരിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിഷേധമുണ്ട്. കാരണം ഒരു ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളും സ്റ്റക്കാകുന്ന രൂപത്തിൽ, തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ തുടർന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കും. ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും. ഉച്ച കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യം അന്നേരം തീരുമാനിക്കും. അവരെ പ്രതിഷേധം തുടരുന്നുണ്ട്. അവിടെ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രതിഷേധം LDFിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്നുള്ളതാണ് നിലപാട്. ഈ ഭരണമാറ്റം ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിലുള്ള പ്രവർത്തനമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഭരണമാറ്റമല്ല, ഇനി ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് UDF ഇതിനെ മാറ്റി. ഭരണമാറ്റമല്ല, ഭരണസ്തംഭനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ശരി, തീർച്ചയായിട്ടും ചെയർപേഴ്സൺ പറഞ്ഞത് ഭരണസ്തംഭനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന ഇപ്പോഴും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.